നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തൃപ്രയാർ സെന്ററിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു. മണലൂരിൽ 30ഓളം നാടൻ കോഴികൾ ചത്ത നിലയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിലെ തർക്കം. നാട്ടികയിൽ ബിജെപിയും സിപിഎമ്മും പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്രയാർ സെന്ററിൽ വെച്ച് മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു. നാട്ടിക ബീച്ച് ഫിഷറീസ് സ്കൂളിന് സമീപമുള്ള മമ്രസയില്ലത്ത് ബഷീറാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 3:30 തൃപ്രയാർ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു. തൃപ്രയാർ ആക്ട്സ് പ്രവർത്തകർ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മണലൂർ 14-ാം വാർഡിൽ പാർത്ഥസാരഥി റോഡിൽ വീട്ടിൽ വളർത്തിയിരുന്ന 30ഓളം കോഴികൾ ചത്ത നിലയിൽ. പള്ളിയിൽ വർഷാപ്രസാദിന്റെ കോഴികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കോഴികളെ സാമൂഹിക ദ്രോഹികൾ തല്ലിക്കൊന്നതാണെന്ന് വീട്ടുകാർക്ക് സംശയമുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ട വീട്ടുകാർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഞാൻ ഇന്നലെ 7 മണിക്ക് കൂട് അടച്ചു പോകുമ്പോൾ കൂട് 2 മരക്കൂട് പൂട്ടിയിടും, മറ്റത് ഇരുമ്പ് കൂട് ഞാൻ ഇതിട്ട് പിന്നെ ഒരു മരക്കഷ്ണം കൂടി തട വെച്ചിട്ടാണ് ഇതൊക്കെ ഇട്ട് പോവുക. 7 മണിക്ക് അടയ്ക്കുള്ള എല്ലാ കോഴികളും കയറി നോക്കിയിട്ട് കുറച്ചടിച്ച് നോക്കിയിട്ടാണ് ഞാൻ അടയ്ക്കാം. അപ്പോൾ ഈ മരക്കൂടിൽ 10 കോഴികൾ, മറ്റേലൊരു ഒരെണ്ണത്തിൽ ഒരു 8 കോഴിയും പിന്നെ ഒരു 12 കോഴി, അങ്ങനെ 24 കോഴിയാണ്. 28 കോഴിയാണ് 4 കൂട്ടിലായിട്ട്. ആ 28 കോഴിയിൽ 2 ചാത്തനും 26 പേടയുണ്ട്. അപ്പോൾ ഒക്കെ നാടൻ കോഴികളാണ്. കുറേ നാളായിട്ട് ഞാൻ വളർത്തുന്നതാണ്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് 6-ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കലും ആവശ്യപ്പെട്ടു. നാട്ടിക പഞ്ചായത്ത് 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുകയും തൊഴിലാളികളെ സമയബന്ധിതമായി തൊഴിലെടുക്കുന്നതിനെ തടസ്സപ്പെടുകയും ചെയ്ത തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് അമ്മിണി ധർമ്മനും അതിന് ഒത്താശ ചെയ്യുന്ന ഇടതുപക്ഷ മുന്നണി ഭരണസമിതിക്കുമെതിരെ ബിജെപി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ഉണ്ണിമോൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സുഖിലേഷ്, PV സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, ജഗ ബേബി, ദയാനന്ദൻ, പ്രകാശൻ പൂഞ്ഞാലി, അംബിക ടീച്ചർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് 346 രൂപ ശമ്പളം കൊടുത്ത് പണിക്ക് വെച്ചിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ മേൽനോട്ടം നടപ്പിലാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മേറ്റ് എന്ന് പറയുന്ന ആ സ്ത്രീ തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ റിപ്പോർട്ടിംഗ് മര്യാദയ്ക്ക് നടക്കാതെ അവരെ ഈ തൊഴിലുറപ്പിൽ പോലും അഴിമതി നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആ വാർഡിലെ മേറ്റായിട്ടുള്ള ഒരു സ്ത്രീ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. NREG വർക്കേഴ്സ് യൂണിയന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 11-ാം വാർഡ് തൊഴിലുറപ്പ് മാറ്റ് അമ്മിണി ധർമ്മപാലനെ തൊഴിലിടത്തിൽ നിന്ന് നിർബന്ധമായി RSS BJP പ്രവർത്തകർ കാറിൽ കയറ്റി കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ധർണ NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി PV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, ഹരിതകർമ്മസേന ഏരിയ സെക്രട്ടറി V കല, നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, KR ഹരി, ഗീത ഉണ്ണികൃഷ്ണൻ, TV ശ്രീജിത്ത്, അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. RSS BJPയുടെ നാട്ടിലെ പ്രമുഖ നേതാക്കൾ 2 പേരടങ്ങുന്നവർ കാർ വിളിച്ച് ആ തൊഴിലാളികളെ ഒരു ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് തളിക്കുളം നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് തെറ്റും മാപ്പും പറയിപ്പിക്കുന്ന രീതിയിലേക്ക് RSSന്റെയും BJPയുടെയും നേതാക്കൾ
തൊഴിലാളികളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ്, തൊഴിലാളികളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഈ RSS BJP നേതൃത്വം നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ തൊഴിലാളികളോട് കാട്ടിയത്. അന്തിക്കാട് ഹൈസ്കൂൾ അധ്യാപക രക്ഷാകൃത സമിതിയുടെ വാർഷിക പൊതുയോഗവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NT ഷജിൽ അധ്യക്ഷനായി. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ നിർവഹിച്ചു. 75-ാം വാർഷിക ലോഗോയും പേരും നിർദ്ദേശിച്ചതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക്കുള്ള സമ്മാനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കൃഷ്ണകുമാർ നൽകി. ദത്തെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് നിർവഹിച്ചു. വാർഡ് മെമ്പർ രഞ്ജിത്ത് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സജീഷ് മാധവൻ, പ്രധാനാധ്യാപിക VR ഷില്ലി, NR പ്രിജി, VR വിനോദ് എന്നിവർ സംസാരിച്ചു. തീർച്ചയായും തൻ്റെ മക്കളെ ഒരു വിദ്യാലയത്തിലേക്ക് ചേർക്കാൻ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സിലെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മക്കൾ വിജയിക്കണം. അതിനേക്കാൾ അപ്പുറത്തുള്ള ആഗ്രഹങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട്. തങ്ങളുടെ മക്കൾക്ക് ഫുൾ A+ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനെ കുറച്ച് കാണുകയല്ല. ഞാൻ പറഞ്ഞത് ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സിലെ പ്രധാന ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മക്കൾ വിജയിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവിനും നിരാശപ്പെടേണ്ടതില്ല എന്ന ഒരു സന്ദേശമാണ് ഹൈസ്കൂൾ അന്തിക്കാടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെയും ഈ 2023-24 അധ്യയന വർഷത്തിലുണ്ടായ വിജയത്തിൻ്റെയും ലക്ഷണം എന്ന് പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EA യൂസഫ് അലി അധ്യക്ഷനായി. സൈക്കിൾ റാലി, കൂട്ടയോട്ടം, ലഹരി വിരുദ്ധ പാർലമെന്റ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഗാനങ്ങൾ, മോണോ ആക്ട്, സംഗീത ശില്പം എന്നിവയുണ്ടായി. വലപ്പാട് SI വിനോദ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപകൻ PS സൈനുദ്ദീൻ സംസാരിച്ചു. അന്തിക്കാട് KGM സ്കൂളിൽ അധ്യാപക രക്ഷാകൃത സമിതി വാർഷിക പൊതുയോഗം നടന്നു. അന്തിക്കാട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷയായി. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ E ശശിധരൻ മുഖ്യാതിഥിയായി. വിദ്യാലയം തന്നെ പാഠപുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ഏവർക്കും മാതൃകയാണെന്നും PTAയുടെ മികച്ച പ്രവർത്തനങ്ങളാണ് വിദ്യാലയത്തെ മികച്ചതാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്തിക്കാട് BPO ഉമ്മാദേവി, പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, റോഷ്നി എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ അജിതൻ മാസ്റ്റർ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണവും നടത്തി. പുതിയ PTA പ്രസിഡന്റായി അഖില രാഗേഷിനെയും വൈസ് പ്രസിഡന്റായി അന്തിക്കാട് സതീശനെയും MPTA പ്രസിഡന്റായി അജീഷിയെയും തിരഞ്ഞെടുത്തു. നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് അവർക്കറിയാത്ത നാട്ടിലേക്ക്, അവർക്കറിയാത്ത ഭാഷയിലേക്ക്, അവർക്കറിയാത്ത സംസ്കാരത്തിലേക്ക്, പ്രത്യേകിച്ച് കയ്യിലൊരു പണി പോലും ഇല്ലാതെ അങ്ങനെ എവിടെയെങ്കിലും പോയി പിഴച്ച് തന്റെ കുടുംബത്തെ പോറ്റണം, തന്റെ സഹോദരങ്ങളെ സംരക്ഷിക്കണം, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, കയറിക്കിടക്കാൻ ഒരു കൊച്ചുകൂരെയെങ്കിലും വേണമെന്നൊക്കെ തന്നെയാണ് സ്വപ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പോയ ഒരു തലമുറയുണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് ആദ്യ തലമുറ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ പോകുന്നത്. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം സ്നേഹസാന്ത്വനം ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KK സൈനുദ്ദീൻ അധ്യക്ഷനായി. ഡോക്ടർ അജയ് രാജൻ രോഗികളെ പരിശോധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് റീന ക്ലാരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TS സബീന, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് CI സീനത്ത് ബീവി, PC ലേഖമോൾ, ആശാ വർക്കർ PD വനജ, ബഡ്സ് സ്കൂൾ പ്രധാന അധ്യാപിക റിയ ചീരൻ, അധ്യാപികമാരായ VS ശ്രീദേവി, SR രമ്യ എന്നിവർ നേതൃത്വം നൽകി.
ഡോക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ടീമുകൾ ചെന്നുകൊണ്ട് അവരുടെ പ്രഷർ, ഷുഗർ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലെ അസുഖങ്ങളുടെ ഒരു അവസ്ഥ പരിശോധിക്കുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ട് പോരുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ തളിക്കുളം പഞ്ചായത്തിൽ ഉള്ള ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ചികിത്സിച്ച് അവരുടെ നിലവിലെ അവസ്ഥ കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. പ്രധാനമായിട്ടും നമ്മൾ വരുന്നത് ബ്ലഡ് ഇതാണ്, നമ്മൾ ഷുഗർ, പ്രഷർ എന്നിവ ചെക്ക് ചെയ്യുക, പ്ലസ് ഒപ്പം തന്നെ ഹീമോഗ്ലോബിൻ, HB കുട്ടികളുടെ ശരീരത്തിൽ കുറവുണ്ട് എന്ന പരിശോധന കൂടി ഇന്നിവിടെ നടത്തുന്നുണ്ട്. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്
കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. തളിക്കുളം പബ്ലിക് ലൈബ്രറി ലഹരി വിരുദ്ധ സദസ്സ് നടത്തി. ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ഉദ്ഘാടനം ചെയ്തു. ലഹരിയാണ് അല്ലേ? ആ വായന ലഹരിയായിട്ട് നമ്മളുടെ സിനിമകളിലൂടെ വായിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ലഹരി. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞ് വേറൊരു പുസ്തകം വായിക്കുക, അങ്ങനെ എന്ത് തരത്തിലുള്ള സാഹിത്യമായാലും എന്ത് തരത്തിലുള്ള പുസ്തകമായാലും വായിക്കുക എന്നുള്ളത് ഒരു ലഹരിയായിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈബ്രറി കൗൺസിൽ, നമ്മുടെ തളിക്കുളം ലൈബ്രറി കൗൺസിൽ ഒരുപാട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അല്ലേ? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യസിക്കുക, അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരിയായിരിക്കാൻ. എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി. തളിക്കുളം പബ്ലിക് ലൈബ്രറി വൈസ് പ്രസിഡന്റ് N മദനമോഹനൻ അധ്യക്ഷനായി. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക A അബ്സത്ത്, ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം, സജു ഹരിദാസ്, ഷീജ രാമചന്ദ്രൻ, AK വാസൻ, ശശി വല്ലത്ത, PN സുരേഷ്, പ്രിയ പത്മരാജ്, വാസൻ കോഴിപ്പറമ്പിൽ, KL മനോഹിത്, KJ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന മുൻ പ്രധാനാധ്യാപിക KV ഫാത്തിമയ്ക്കുള്ള തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ സ്നേഹോപഹാരം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K വിശ്വംഭര മാസ്റ്റർ കൈമാറി. ഇന്ന് സമൂഹത്തിൽ പത്രമെടുത്ത് വായിച്ചാൽ തന്നെ ലഹരി ഉപയോഗം കൊണ്ട് നശിച്ചു പോകുന്ന യുവതലമുറയെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാം. സ്വന്തം അച്ഛനെ വാളെടുത്ത് വെട്ടി അമ്മയെ അല്ലെങ്കിൽ സഹോദരിയെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ചെയ്യുന്ന അയാൾ ലഹരിയിൽ അടിമപ്പെട്ട് തനിക്ക് തൻ്റെ മാനസികാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് പോയി എന്ത് ചെയ്യുന്നു എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടാണ് അവൻ ആ കുറ്റകൃത്യം അല്ലെങ്കിൽ അത് ചെയ്തത്. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കളം ഒരുക്കുന്നതിനുള്ള പൂക്കൾക്കായി ചെണ്ടുമല്ലി തൈകൾ നട്ടു. വളമിശ്രിതങ്ങൾ ചേർത്ത കുഴികളിൽ വലപ്പാട് കൃഷിഭവൻ ഓഫീസർ ലക്ഷ്മി മോഹൻ തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ശശിധരൻ, VB ബൈജു, VC ഷാജി, VJ ഷാലി എന്നിവർ നേതൃത്വം നൽകി. പൊതുജനങ്ങൾക്കായി വാഴപ്പുള്ളി ക്ഷേത്രം ചെയ്യുന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ മറ്റു ക്ഷേത്രങ്ങൾക്ക് മാതൃകയാക്കണമെന്ന് കൃഷി ഓഫീസർ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കൃഷിയും പച്ചക്കറിയും തന്നെയാണ് നമ്മൾ മുഖ്യമായിട്ട് വിളയിച്ചെടുക്കാറ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വലപ്പാട് പഞ്ചായത്തിൽ ഇവിടെ മാത്രമാണ് നമ്മൾ ഈ പൂക്കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനും പ്രത്യേകം NCP മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ AC ഷൺമുഖദാസിന്റെ 11ാം ചരമവാർഷിക ദിനം ആചരിച്ചു. നാട്ടിക നിയോജക മണ്ഡലം ഓഫീസിൽ വെച്ച് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് CL ജോയ്, ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, ജില്ലാ നിർവഹണ സമിതി അംഗം AT പോൾസൺ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുധീരൻ, NYC ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൽ, ജില്ലാ കമ്മിറ്റി മെമ്പർ
EA അശോകൻ, PK ഇബ്രാഹിം, രാജൻ ബാബു കരാട്ടുപറമ്പിൽ, VG മോഹനൻ എന്നിവർ സംസാരിച്ചു. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അതൊരു നല്ലൊരു അനുഗ്രഹം. അദ്ദേഹം സ്പോർട്സ് വകുപ്പ് മന്ത്രി ആയി ചുമതല വഹിച്ചിരുന്ന സമയത്താണ് സത്യത്തിൽ കേരളത്തിൽ നിന്നുള്ള സ്പോർട്സ് താരങ്ങൾക്ക് നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിശീലനം നടക്കുന്നതിന് വേണ്ടി മൂന്നാറിൽ അത്രയും തണുപ്പുള്ള മേഖലകളിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആവശ്യമായുള്ളൊരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും സ്പോർട്സ് വികസന കമ്മിറ്റികൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. ആ സ്പോർട്സ് വികസന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ജില്ലയിലെ സ്പോർട്സ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിച്ച് പിന്നീടുള്ള കാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയത്. വാടാനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജിൽ സമസ്തയുടെ ഫളീല കോഴ്സിന്റെ പഠനം ആരംഭിച്ചു. സമസ്ത കേന്ദ്രം മുഷാവറ അംഗം ഉസ്താദ് അബ്ദുസലാം ബാഘവി വടക്കേക്കാട് ഉദ്ഘാടനം ചെയ്തു. ദാറുൽ അമാൻ അക്കാദമിക് സമിതി ചെയർമാൻ A. ജാഫർ മാസ്റ്റർ അധ്യക്ഷനായി. സമസ്ത മുഫത്തീസ് അബ്ദുൾ റസാഖ് ഫൈസി തെക്കേ മഹൽ സംഘടിപ്പിച്ച പ്രീ മാരിറ്റൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. സമസ്ത മുദരിബ് മുഹമ്മദ് സുറൂർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. തെക്കേ മഹൽ രക്ഷാധികാരി സയ്യിദ് ജലാൽ തങ്ങൾ അവാർഡ് സമർപ്പിച്ചു. ദാറുൽ അമാൻ പ്രിൻസിപ്പൽ NVK മുഹമ്മദ് ഫൈസി, അഡ്മിനിസ്ട്രേറ്റർ ഫൈസൽ കിഴക്കേതിൽ, മഹൽ ജനറൽ സെക്രട്ടറി PS ബഷീർ, ട്രഷറർ AK ഉമ്മർ, മാനേജർ ഷംസുദ്ദീൻ പുത്തൻപുരയിൽ, അസിസ്റ്റന്റ് മാനേജർ അബ്ദുൽ ലത്തീഫ് അറക്കൽ, കമ്മിറ്റി അംഗങ്ങളായ AA മുഹമ്മദ്, ഷാഹുൽ ഹമീദ് മേജർ, PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. പ്രബുദ്ധമായ ഒരു കേരളം, ഇതിന് സമാനമായ ഒരു നാട്, ഒരു സ്റ്റേറ്റ് എവിടെയാണുള്ളത്? ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പക്ഷേ ഇതിന്റെ ഫലമായിരിക്കാം വേറെ എവിടെയാണ് ഓരോ ഗ്രാമത്തിലും നേരം വെളുക്കുമ്പോൾ പിഞ്ചുമക്കൾ വന്ന് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു സമ്പ്രദായം ലോകത്ത് എവിടെയുള്ളത്? ഒരു പക്ഷെ ഇതിന്റെ ഒരു ഐശ്വര്യം ബറക്കത്ത് അല്ലാഹു ഈ നാടിന് നൽകിയതായിരിക്കാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത്, ഏറ്റവും ഉത്തമം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ വായനാ വാര സമാപനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ആൻഡ്രു ഉല്ലൂക്കാരൻ വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ, പ്രധാനാധ്യാപിക സീജ ജോസഫ്, TS സിൽജി എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ PT ജാൽജിയ, സായ് കൃഷ്ണ A, ആദ്യ ശ്രീപ്രദീപ്, അനിൽ കൃഷ്ണ, OS അഭിരഥൻ എന്നിവർ സമ്മാനങ്ങൾ നേടി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിനോടനുബന്ധിച്ച് ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് 45 വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ളവർ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, വയസ്സ് തെളിയിക്കുന്ന രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജൂലൈ 5 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ സെന്ററിൽ മധ്യവയസ്കൻ കുഴഞ്ഞു വീണു മരിച്ചു. മണലൂരിൽ 30ഓളം നാടൻ കോഴികൾ ചത്ത നിലയിൽ. തൊഴിലുറപ്പ് പദ്ധതിയിലെ തർക്കം, നാട്ടികയിൽ BJPയും CPMും പ്രതിഷേധിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.